തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 4 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ കൊളോസ്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയും വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം 12 മുതൽ 17 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നമ്മെക്കുറിച്ച് നാം എങ്ങനെയാണ് കരുതുന്നത്? നാം ഭാഗ്യപ്പെട്ടവരാണോ നിർഭാഗ്യരാണോ? ക്രിസ്തു പറയുന്നു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യപ്പെട്ടവ, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുന്ന കാതുകൾ ഭാഗ്യപ്പെട്ടവ. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും അവനെ കാണുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാഗ്യപ്പെട്ടവർ. ജീവിതത്തിൻ്റെ വഴിയിൽ ക്രിസ്തുവിനെ കാണാനും അവൻ്റെ സ്വരം തിരിച്ചറിയാനും കഴിയുമെങ്കിലാണ് നാം ഭാഗ്യപ്പെട്ടവരായി തീരുക. യേശു തൻ്റെ ജീവിതകാലത്ത് ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്? യേശുവിൻ്റെ സംസാരം 4 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. യേശു ഉപമകളിലൂടെ സംസാരിക്കും, യേശു സംഭവങ്ങളിലൂടെ സംസാരിക്കും, യേശു പ്രബോധനങ്ങൾ നൽകും, ഒപ്പം തന്നെ യേശു കൽപ്പനകളും നൽകും. യേശുവിൻ്റെ ജീവിതത്തിലെ ഇടപെടലുകളുടെ വ്യത്യസ്തതയെ തിരിച്ചറിയാൻ പറ്റണം. ഉപമകളിലൂടെ സംസാരിക്കാൻ കാര്യം എന്താ? കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് യേശു പറഞ്ഞാൽ നിശ്ചയമായും അത് ചെയ്തേ കഴിയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാപകരമായി മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വചനം കടന്നു വരുമ്പോൾ ആ വചനം നമ്മൾ ഗ്രഹിക്കുന്നത് അനുസരിച്ചാണ് നാം സ്വീകരിക്കുക. ഉപമയാണെങ്കിൽ ആ ഉപമയുടെ ആന്തരികാർത്ഥം എത്രത്തോളം ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതനുസരിച്ചാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക. യെശയ്യാ പ്രവാചകൻ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മർക്കടമുഷ്ടിയുള്ളവരാണ്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തവരാണ്, മനസ്സിലാകാത്ത തരത്തിൽ ഹൃദയം അടച്ചു കളയാണ് ദൈവം. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് അത് നമുക്ക് പ്രായോഗികമായി എത്രത്തോളം നിറവേറ്റാൻ കഴിയുമെന്നതുമായി ബന്ധപ്പെട്ടാണ്. ക്രിസ്തു വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ആത്മാവിൻ്റെ ബലത്തിലാണ്. പരിശുദ്ധാത്മാവ് ഈ ബലം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ ജീവിത വഴിയിൽ കാണാൻ നമുക്ക് പറ്റും. കണ്ണടച്ചല്ല, ജീവിതത്തിൻ്റെ വഴിയിൽ വിശക്കുന്നവനായി, സഹിക്കുന്നവനായി, വേദനിക്കുന്നവനായി ഒക്കെ ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും, ക്രിസ്തുവിൻ്റെ സാമീപ്യം അറിയാൻ പറ്റും. അപ്പോൾ യേശുവിനെ ജീവിത വഴിയിൽ തിരിച്ചറിയുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അപ്പോൾ മംഗളവാർത്ത കാലത്ത് ക്രിസ്തുവിൻ്റെ ആഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവജനമെന്നാണല്ലോ നാം വിളിക്കപ്പെടുക. സഭയ്ക്കകത്ത് ആ ആരാധനാക്രമ മത്സരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ഇങ്ങനെ സ്വീകരിക്കാനുള്ള ഹൃദയൊരുക്കം ഉണ്ടാക്കുകയാണ്. ആ ഹൃദയൊരുക്കം ഒരു പുൽക്കോട്ടിലേക്കല്ല ചെന്ന് നിൽക്കേണ്ടത്, ജീവിത വഴിയിലാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും കഷ്ടതയിലും സഹനത്തിലുമൊക്കെ അവൻ്റെ മുഖം കാണാനും അവൻ്റെ സ്വരം കേൾക്കാനും എത്രത്തോളം ആകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസ ജീവിതം ഉദ്ധിതനോടൊപ്പമുള്ള ജീവിതമാണ്. അങ്ങനെ ഉദ്ധിതനോടൊപ്പം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, ശ്ലീഹ പറയാണ്, ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തു ജീവിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായ അവനെ അന്വേഷിക്കാനാണ്, സ്വർഗത്തിലുള്ളവയെ അന്വേഷിക്കാൻ. ഭൗമികമായവയെ വിട്ടുകളയാനാണ് പറയാം. ഈ ലോകത്തിലെ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ലെന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. അങ്ങനെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം കാണുന്നുവെങ്കിൽ നാം മൃതരായിരിക്കുന്നു ലോകത്തെ സംബന്ധിച്ച്. എന്നിട്ട് എവിടെയാണ് നമ്മൾ ജീവിക്കുക? നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കും. ഈ ലോകത്തിലെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന ഒന്നായിട്ടല്ല ദൈവരാജ്യം, ഒരു സ്വതന്ത്രതയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകുമ്പോൾ നാം ഈ മരണത്തിലല്ലെന്നാണ് പറയാം. ക്രിസ്തുവിനോടൊപ്പം മരിച്ചാൽ ഉയർക്കാൻ കഴിയും. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ക്രൂശിക്കപ്പെട്ടു, അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു, ഉദ്ധിതനോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ചെയ്തുകൊണ്ടാണ് ഭൗമികവാസകാലം ഈ ഭൂമിയിൽ ലഭിക്കാനുള്ളതല്ല, ഈ ഭൂമിയെ മറികടക്കാനുള്ളതാണ്. അവൻ്റെ വീണ്ടും വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണല്ലോ നമ്മൾ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മളും പ്രത്യക്ഷപ്പെടും. അവന് നിഗൂഢമായിട്ടാണ് നാം സ്ഥിതി ചെയ്യുക, നാമും പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഭൗമികമായിട്ടുള്ളവ, വിഗ്രഹാരാധന ആദിയായ എല്ലാ തിന്മകളും, അസന്മാർഗികത, എല്ലാ തിന്മകളും കൈവിടിയാൻ പറ്റണം. ഈ ലോകത്തിന് താല്പര്യം വയ്ക്കാത്തൊരു ജീവിതം പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ സഭ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ക്രമമായി വളരാൻ കഴിയാത്ത വിധം ഈ ലോകത്തോടുള്ള ക്രമവിരുദ്ധമായ താല്പര്യമാണ് പാപം. അപ്പോൾ ഈ ലോകത്തുള്ളവയിൽ നിന്ന് വിമോചിതമായൊരു ജീവിതം നമുക്കുണ്ടാകേണ്ടതുണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ. അതുകൊണ്ട് ഭൗമികവാസകാലത്ത് ഈ ക്രിസ്തുവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ അമർഷം, ക്രോധം തുടങ്ങിയ എല്ലാത്തരം തിന്മകളെ നമ്മൾ നീക്കം ചെയ്യാൻ പറ്റണം. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കാനും അവന് ഹൃദയം കൊണ്ട് ഭൗമിക സാഹചര്യങ്ങൾക്കകത്ത് കണ്ടുമുട്ടാനും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരസ്പരം നുണ പറയാതെ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ ചെയ്തികളോടും കൂടെ നിഷ്കാസനം ചെയ്തുകൊണ്ട് മഹത്വത്തിൻ്റെ സമ്പൂർണ്ണതയായ ക്രിസ്തുവിലേക്ക് വളരാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ മംഗളവാർത്ത കാലത്ത് നമ്മിൽ ഉണ്ടാകേണ്ട മാറ്റം. ലോകാരൂപിക്കിണങ്ങും വിധമുള്ള ജീവിതമാണോ നയിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ സാധാരണത്വങ്ങളിലേക്ക് നാം പോകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് അവനെ പ്രകാശിപ്പിക്കുന്നവരായിട്ടാണോ നമ്മൾ ജീവിക്കുക എന്നത് പരിശോധിക്കണം. തെറ്റുപറ്റിപ്പോയിടങ്ങളിലൊക്കെ കർത്താവിൻ്റെ പക്ഷത്തേക്ക് തിരികെ നടക്കാം. ആത്മാവിൻ്റെ അധിക ബലത്തിൽ
ഈ ലോകത്തിൻ്റെ സാധ്യതകൾക്കകത്തൊക്കെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടും അവനിലേക്ക് വളർന്നുകൊണ്ടും ജീവിതത്തെ ധന്യമാക്കാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മംഗലവാർത്തക്കാലം ക്രിസ്തുവിനെ പ്രകാരം ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കാണാനും ക്രിസ്തുവിൽ ഈ ലോക ജീവിതം പൂർത്തിയാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്രകാരമായി തീരാൻ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.